തിരുവനന്തപുരത്തെ ഈ വീതിയിലൂടെ ഒരിക്കലെങ്കിലും കടന്നുപോയവർക്ക് വീണ്ടും വരാൻ തോന്നുന്ന എന്തോ ഒന്ന് ഈ പാതയ്ക്കുണ്ട്. അതിന് പ്രധാന കാരണം ഇടതൂർന്ന് ആകാശം മൂടി നിൽക്കുന്ന തണൽ മരങ്ങളാണ്. പൊരിവെയിലിൽ വെന്തുരുകി നഗരത്തിലെ മറ്റു പാതകളിലൂടെ കയറി ഒടുക്കം ഈ റോഡിലെത്തുമ്പോഴാണ് പലർക്കും ഒരാശ്വാസം ഉണ്ടായിരുന്നത്. എന്നാൽ സ്ഥിതിയാകെ മാറുകയാണ്. പോലീസ് ആസ്ഥാന മന്ദിരത്തിന് മുൻപിൽ തണൽ വിരിച്ചു നിന്ന മരമാണ് ഈ കിടക്കുന്നത്. നിർദ്ദിഷ്ട വികസനത്തിന് തടസ്സമില്ലാതെ ഓടയ്ക്കും പാതയോരത്തിനും അപ്പുറം നിന്ന മരം. വഴുതക്കാട് വെള്ളയമ്പലം റോഡിലെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പേരിലാണ് ഈ അനധികൃത മരമുറി. അതും രാത്രിയുടെ മറവിൽ ലോക പരിസ്ഥിതി ദിനത്തിൽ തന്നെ. ഈ പാതയോരത്ത് നിൽക്കുന്ന മരങ്ങൾ മുറിക്കാൻ നടപടികളേറെയുണ്ട്. പൊതുസ്ഥലങ്ങളിൽ മരം മുറിക്കാനായിട്ട് അച്യുതാനന്ദൻ ഗവൺമെൻറ് സമയത്ത് മരം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ പൊതുസ്ഥലങ്ങളിൽ നിന്ന് എവിടുന്ന് മരം മുറിക്കണമെങ്കിലും നമുക്ക് ട്രീ കമ്മിറ്റിയുടെ അനുവാദം ആവശ്യമുണ്ട്. ആ സംവിധാനം ഉറപ്പുവരുത്തുന്നത് അനാവശ്യമായിട്ടുള്ള മരമുറികൾ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. കോടതിയുടെ ഇടപെടലിനോടൊപ്പം തന്നെ വളരെ സമർത്ഥമായ രീതിയിൽ വനംവകുപ്പ് ഒരുപാട് മരങ്ങളെ കേരളത്തിൽ രക്ഷപ്പെടുത്താനായിട്ട് ഈ ട്രീ കമ്മിറ്റിക്ക് പറ്റിയിട്ടുണ്ട്. ഏത് വികസന പദ്ധതിയുടെ പേരിലാണെങ്കിലും ഈ നഗരവീതിയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിക്കണമെങ്കിൽ കൃത്യമായ ചട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ ഇത്തവണ ആ ചട്ടങ്ങളൊന്നും പാലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പരിസ്ഥിതി ദിനത്തിൽ രാത്രിയുടെ മറവിലാണ് ഇത്തരത്തിൽ മരങ്ങൾ വെട്ടിയകറ്റിയത്. ക്യാമറാമാൻ രതീഷിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗൂഗിളെ, ഈ നഗരം സ്മാർട്ടാകുന്നതിലൊന്നും ഒരു തെറ്റുമില്ല അല്ലേ? അതിലേക്ക് എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളൊക്കെ അനുഭവിച്ചെങ്കിലും പക്ഷേ ഈ മരങ്ങൾ വെട്ടിമാറ്റാതെ വേറെ വഴിയില്ല. ഇപ്പോൾ പലയിടത്തും നടക്കുന്നത് മരങ്ങൾ അതേപടി വലിയ വൃക്ഷങ്ങൾ പോലും മറ്റു പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നടുന്ന രീതി വരെ ഉള്ള സമയത്താണ് ഇതിങ്ങനെ വെട്ടിമാറ്റുന്നത്. അത്തരം ഒരു വഴിയുമില്ലേ? ഡിവിഷൻ അറിയാവുന്ന പോലെ തന്നെ ഈ വെള്ളയമ്പലം, വഴുതക്കാട് ആ റോഡുകളൊക്കെ തന്നെ നമുക്ക് മുൻപ് നമ്മളിതേ വിഷയത്തിലൊരു ദൃശ്യം, വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അത് ആ സ്റ്റോറി പറഞ്ഞു വെക്കുന്നത് ആ മരങ്ങൾ ഉള്ളതുകൊണ്ടുള്ള ഒരു തണൽ, പിന്നെ അന്ന് ചൂടുകാലത്താണ് അത് ചെയ്തത്. വലിയ വേനൽ ചൂടിൽ നിൽക്കുന്ന സമയത്ത് ആളുകൾ ആ പാതയിലേക്ക് എത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികമായ സന്തോഷം, ഉല്ലാസം ഒക്കെയാണ് അന്ന് പങ്കുവെച്ചിരുന്നെങ്കിൽ ഇന്ന് ആ ചിത്രം അങ്ങ് മാറുകയാണ്. ഇന്ന് ഈ പോലീസ് ആസ്ഥാന മന്ദിരത്തിൻ്റെ മുൻപിൽ നിന്നിരുന്ന തണൽ മരം മുറിച്ചു എന്നൊരു വാർത്തയെ തുടർന്നാണ് നമ്മൾ ആ പ്രദേശത്ത് പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഓടയ്ക്കും പാതയ്ക്കും ഒന്നും അടുത്തല്ല, എന്നാൽ അത് മാറിയിട്ടാണ് നിന്ന മരങ്ങളൊക്കെ തന്നെ. പക്ഷേ അത് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മരം മുറിച്ച് നീക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ തിരുവനന്തപുരം നഗരത്തിലെ ഈ വീതിയിൽ നിൽക്കുന്ന മരങ്ങൾക്ക് ഓരോന്നിനും നമ്പറുണ്ട്. അത് റെക്കോർഡിക്കലി അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ്. അത് DFOയുടെ ഒക്കെ അനുമതിയോട് കൂടി മാത്രമേ മുറിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇത് കാലാകാലങ്ങളായിട്ട് വെച്ച് പരിപാലിച്ച് പോകുന്നതാണ്. ശരി ഗൂഗിൾ, എന്തായാലും മരങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും മാർഗ്ഗങ്ങൾ വേണ്ടി നോക്കാൻ അതൊരു പരിസ്ഥിതി ദിനത്തിൽ തന്നെ അല്ലേ മരങ്ങൾ മുറിച്ചുകൊണ്ട് ആ വികസന പ്രവർത്തനം നടപ്പാക്കുന്നതിൻ്റെ ഒരു സങ്കടക്കാഴ്ച കൂടി എല്ലാവരും പങ്കുവയ്ക്കുന്നുണ്ട്. ശരി ഗൂഗിൾ.